എൻ്റെ പേര് ശിവശങ്കരൻ എന്നാണ്. ഞാൻ ആദ്യം തന്നെ പോയത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ്. പെട്ടെന്നായിട്ടാണ് എനിക്ക് മൂത്രതടസ്സം ഉണ്ടായത്. അപ്പോൾ അവർ മൂത്രം പോകാനായിട്ട് ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ട് അത് മെഷർ ചെയ്തപ്പോൾ 750 മില്ലി മൂത്രം രക്തത്തോടുകൂടി ഇതോടുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും സർജറി നടത്താൻ പറ്റുള്ളൂ, യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റുകാർ വാട്സടിച്ച് പറഞ്ഞ്. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ ഈ പ്രായമായ ആളാണ്, 90 വയസ്സ് കഴിഞ്ഞാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, എന്നാൽ പ്രീ പയോസ്പി ഒന്നും എടുത്തുകൂടി ചോദിച്ചു. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വളരെ ക്ലിയറാണ്. സ്കാനിൽ നോക്കിയപ്പോൾ അതുപോലെ കാണുകയും ചെയ്തു. 2 മാസത്തേക്ക് ഉള്ള പുതിയ തരത്തിലുള്ള ട്യൂബ് ഇട്ട് എന്ന് ആലോചിച്ചിട്ട് വേണ്ട ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് എൻ്റെ സ്വന്തത്തിലുള്ള ഒരാൾക്ക് ഡോക്ടർ സന്ദീപ് പ്രഭാകർ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹോളിക് മെത്തേഡ്. അപ്പോൾ അവരെന്നോട് നിർബന്ധിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ കണ്ടുപോയി. ആ വിധത്തിൽ ഞാൻ മകൻ പോയി ഡോക്ടറെ കാണുകയും, അപ്പോൾ പ്രായത്തിൻ്റെ പേര് ആളുടെ സർവ്വ ഡീറ്റെയിൽസും വേണം, ആളൊന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു, എൻ്റെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തു. യാതൊരു പ്രശ്നവുമില്ല, തീർച്ചയായിട്ടും അത് നടത്താവുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് അതനുസരിച്ച് മാർച്ച് 13-ാം തീയതി എൻ്റെ 2021 മാർച്ച് 13-ാം തീയതി എൻ്റെ ഹോളിക് സിസ്റ്റം അനുസരിച്ചുള്ള സർജറി നടത്തി. 4-ാം ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത്. അതിനുശേഷം ഇന്നേ വരെ സാധാരണ ഇതിലൊരു സൈഡ് എഫക്റ്റ് ഡോക്ടർ പറഞ്ഞിരുന്നത് ചിലപ്പോൾ അറിയാതെ മൂത്രം പോകും, ചിലപ്പോൾ അതിനകത്ത് അല്പം ബ്ലഡ് ഉണ്ടാവും. ഇതൊന്നും ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. നൗ ഐ ആം പെർഫെക്റ്റ്. വെള്ളം കറക്റ്റ് കുടിക്കും. അത് രാത്രി ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. വളരെ യൂറിൻ 1.5 ലിറ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി എനിക്ക് 1 ലിറ്റർ വെള്ളം ഡെയിലി ഇപ്പോഴും പോകുന്നുണ്ട്. എനിക്ക് ഇതേ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ 91 വയസ്സ് കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരുടെ കേസിൽ ഏറ്റവും അഡ്വാൻസ് എന്ന് വെച്ചാൽ 91 ഇയേഴ്സ്, 91 വയസ്സ്. പക്ഷെ അവർക്ക് നല്ല ഓർമ്മയുണ്ട് അല്ലെ. അപ്പോ വേറെ ചെറിയ ഫിറ്റ്നസ് ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ടാവും 90 ഇയേഴ്സിൽ. പക്ഷെ എന്നാലും അവർക്ക് ഓർമ്മ ഭയങ്കര നല്ല നല്ലതാണ്, നല്ല ആക്റ്റീവാണ് ആള്, എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. ഏജ് ഒരു പ്രശ്നമല്ല എന്നാണ് പോയിന്റ്. ഏജ് ഉള്ള രോഗികൾ കുറെ പേര് ട്യൂബ് ഇട്ട് നടക്കുന്ന. അപ്പൊ സാധാരണ ഓൾഡ് ഏജ് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് എഴുതുന്നൊരു സമ്പ്രദായം ഉണ്ടാവുന്നത്. ഇത് ഈ 2 ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ ഈ ഏജിനെ പറ്റി അതിന്റെ പ്രധാന കാരണം പുതിയ ചെറുപ്പക്കാരായ ഡോക്ടേഴ്സിന്റെ കഴിവാണ്. അതായത് പ്രായമുള്ള ആളുകൾ ആ പഴയ മരുന്ന് വെച്ച്, ഞാൻ 30 വർഷം ഒരു ഡോക്ടറെ കീഴിൽ തന്നെ എന്നെ നോക്കിയിട്ടുള്ളതാണ്. എൻ്റെ വലിയ സുഹൃത്താണ് ഡോക്ടർ പോൾശങ്കരിക്കല്. പക്ഷെ അദ്ദേഹം ഇതുപോലുള്ള അറ്റംപ്റ്റ് പറയില്ല, കാരണം പ്രായമില്ലേ. പുതിയ ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ, പ്രായം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ പ്രായം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല, പുതിയ ടെക്നോളജി ഉണ്ട്, വളരെയധികം ഇംപ്രൂവ്ഡ് ആണ്. ദാറ്റ് റിസർച്ച് മൈൻഡ് വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് ആളുകളുടെ ആരോഗ്യം നിലനിർത്താൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാണ്ട് എന്നെ എൻ്റെ സർജറി നടത്തിയ ഡോക്ടർ സന്ദീപ് പ്രഭാകർ അവരോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. കാരണം ഞാൻ ഈ വിധത്തിൽ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, തീർച്ചയായിട്ടും നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ശരി, സന്തോഷം. അച്ഛന് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയാൽ സന്തോഷം. കാണാം.